Good morning. I am going to discuss about the insertion of elements into an ABL tree. These are the elements to insert into an ABL tree: 5, 6, 8, 3, 2, 4, 3, 2, 4, 7. ABL ട്രീയിലെ എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യുമ്പം രണ്ട് കണ്ടീഷൻസാണ് നോക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറി സെർച്ച് ട്രീയിലെ പോലെ തന്നെ എലമെൻസിനെ കമ്പയർ ചെയ്യണം. റൂട്ടിനേക്കാളും ചെറിയ എലമെൻ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്കും വലിയ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്കും ഇൻസേർട്ട് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ട്രീ അൺബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പെർഫോം റൊട്ടേഷൻ. So here this is a null tree. We are going to insert element 5. നെക്സ്റ്റ് നമ്മളൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ നോഡെന്ന് പറയുന്നത് റൂട്ട് നോഡാണ്. റൂട്ട് നോഡ് ആയതുകൊണ്ട് ഇതിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് ചൈൽഡ് ഇല്ല. സോ ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ഒറ്റ നോഡായതുകൊണ്ട് അതിൻ്റെ ബാലൻസ് ഫാക്ടർ 0. സോ ദിസ് ട്രീ ഈസ് അൺബാലൻസ്ഡ് ട്രീ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഇൻസേർട്ട് ദി എലമെൻറ്റ് 6. 5 എന്ന് പറയുന്നത് ഓൾറെഡി എലമെൻ്റ് ഉണ്ട്. 6 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ 5ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 6 എന്ന് പറയുന്നത് 5നേക്കാളും ലാർജറാണ്. സോ അതിനെ റൈറ്റ് നോഡായിട്ട് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് ഫോർ ബാലൻസ് ഫാക്ടർ. ഹിയർ ഇത് ലീഫ് നോഡ് ആയതുകൊണ്ട് 0. ഈ നോഡിന് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ ആണ് ബാലൻസ് ഫാക്ടർ. അപ്പോൾ 0 -1 -1. ദിസ് ട്രീ ഈസ് ബാലൻസ്ഡ്. നെക്സ്റ്റ് എലമെൻറ്റ് വി ഹാവ് ടു ഇൻസേർട്ട് ഈസ് 8. 5 ഓൾറെഡി ഉണ്ട്, 6 ഓൾറെഡി ഉണ്ട്. We have to compare 8 with 5. 8 is greater than 5, so traverse to right node. Then again we have to compare 6 and 8. 8 is greater than 6, so we have to insert 8 in its right subnode. Again check for balance factor. Here this is 0, here -1, here -2. This tree is unbalanced, so we have to perform rotation. നമ്മളിവിടെ റൂട്ട് നോഡിൻ്റെ റൈറ്റ് ചൈൽഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്കാണ് നമ്മളൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ട്രീ അൺബാലൻസ്ഡ് ആയത്. സോ വി ഹാവ് ടു പെർഫോം ലെഫ്റ്റ് റൊട്ടേഷൻ. ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പം 6 വിൽ ബിക്കം റൂട്ട് ആൻഡ് 5 ട്രാവേഴ്സ് ടു ലെഫ്റ്റ് ചൈൽഡ് ആൻഡ് 8 as right child. Again we have to check for balance factors. Here 0, here 0, here 1 -1, 0. Then next element we have to insert is 3. 6, 5, 8. Compare 3 with 6. 3 is smaller than 6, so traverse to left child. Then again compare 3 with 5. So we can insert 3 as the left child of 5 and check for balance factor. Here 0, here 0. Here 1 -0, 1. Here 2 -1, 1. This tree is balanced. Then next element we have to insert is 2. Here 6. Here 5, 8, 3. Compare 2 with 6. 2 is smaller than 6. Then traverse to its left child. Then again compare 2 with 5. 2 is smaller than 5. Then again traverse to left child. Compare 2 with 3. So we can insert 2 as the left child of 3. Next we have to compute the balance factor. Here 0, here 0. These are leaf childs. Then here 1 -0, 1. Here 2 -0, 2. Here 3 -1, 2. This tree is unbalanced. So we have to make this tree balanced. So we have to perform rotation. ഇവിടെ ലെഫ്റ്റിൽ, അതായത് ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് നോഡായിട്ട് നമ്മളൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്തപ്പോഴാണ് ട്രീ അൺബാലൻസ്ഡ് ആയത്. സോ വി ഹാവ് ടു പെർഫോം റൈറ്റ് റൊട്ടേഷൻ, സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ. സോ this root node remains same, right child remains same. You have to perform rotation here. Then 3 become parent node and 2 remains left child and 5 become right child. Then again check for balance factors. Here 0, here 0, here 0. Here 1 -1, 0. Here 2 -1, 1. Again tree become balanced. Then we can insert next node 4. 6, 3,
8, 2, 5. Compare 4 and 6. 4 is smaller, then traverse to left child. Compare 4 and 3. 4 is greater than 3, so traverse to right node. Then again compare 4 and 5. So 4 is smaller than 5, so we can insert 4 here. Again check for balance factors. Here 0, here 0, here 0. Here 1 minus 0, 1. Here 1 minus 2, minus 1. Here 3 minus 1, 2. Again tree become unbalanced. ഇവിടെ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ റൈറ്റ് സബ് ട്രീയിൽ നമ്മൾ നോഡിനെ ഇൻസേർട്ട് ചെയ്തപ്പോഴാണ് ട്രീ അൺബാലൻസ്ഡ് ആയത്. സോ വി ക്യാൻ പെർഫോം LR റൊട്ടേഷൻ. LR റൊട്ടേഷൻ മീൻസ് ഫസ്റ്റ് we have to perform left rotation. It's followed by right rotation. So first left rotation. Actually we are performing left rotation here. So what will happen is this 5 will become the parent and 3 traverse to downwards and 2 remains same, and 5's left node become 3's right node. Then check for balance factors. Here 0, here 0, here also 0, here also 2 minus 1, 1, here 3 minus 1, 3 minus 1, 2. This is again unbalanced. Actually next rotation we have to perform is right rotation. LR rotation the second right rotation. Here 5 become root, 6, 8, 3, 2, 4. Check for balance factors. Here leaf node 0, here 1 minus 1, 0, here 0 minus 1, minus 1, here 2 minus 2, 0. This tree is balanced. Next element we have to insert is 7. 5, 3, 6, 8, 2, 4. 7 5 ആയിട്ട് കമ്പയർ ചെയ്തു. 7 എന്ന് പറയുന്നത് 5നേക്കാൾ ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 6 ആയിട്ട് കമ്പയർ ചെയ്തു, ഇത് 6നേക്കാൾ ഗ്രേറ്റർ, സോ 8ലേക്ക് വന്നു. 8ലേക്ക് വരുമ്പോഴത്തേക്കും 8നേക്കാൾ സ്മോളർ ആണ്, സോ ഇതിൻ്റെ ലെഫ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്തു. ദെൻ ചെക്ക് ഫോർ ബാലൻസ് ഫാക്ടേഴ്സ്. ലീഫ് നോട്ട്സിൻ്റെ എല്ലാം 0 ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0, 1. ഹിയർ 0 മൈനസ് 2, മൈനസ് 2. ഹിയർ 0 1 മൈനസ് 1, 0. ഹിയർ 2 മൈനസ് 1, മൈനസ് 1. ട്രീ അൺബാലൻസ്ഡ് ആണ്. ഇവിടെ റൈറ്റ് നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ നോഡിനെ ഇൻസേർട്ട് ചെയ്തപ്പോഴാണ് ട്രീ അൺബാലൻസ്ഡ് ആയത്. സോ നമുക്ക് പെർഫോം ചെയ്യേണ്ട റൊട്ടേഷൻ എന്ന് പറയുന്നത് RL റൊട്ടേഷനാണ്. RL റൊട്ടേഷനിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ R റൊട്ടേഷൻ, ദെൻ ഫോളോഡ് ബൈ ലെഫ്റ്റ് റൊട്ടേഷൻ. R റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പോൾ 5, 3, 2, 4. ഇവിടെയാണ് നമ്മൾ R റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത്. R റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പോൾ 6, 7, 8. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യേണ്ടത് L റൊട്ടേഷൻ. L റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പം 5, 3, 2, 4, 7, 6, 8, 0, 0, 0, 0. Here also 1 minus 1, 0. Here also 1 minus 1, 0. Here also 2 minus 2, 0. This tree is balanced. Next problem you can do insert 3, 6, 5, 1, 2, 4 into an AVL tree. Thank you.